കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon co-present Ondonnu Ruji, co-powered by Gold Winner and Sun Tips. Special partner Amion, dairy partner Paishi Milk Products, and our interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്നര രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഈ സ്പെഷ്യൽ അതിഥി സ്പെഷ്യൽ തന്നെയാണ്. ആ കാരണം ഞാൻ പിന്നെ പറയാം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ യുവഗായകൻ അരുൺ ഗോപൻ. അരുൺ ഗോപൻ, സ്വാഗതം. ആഫ്റ്റർ സച്ച് എ ലോങ് ടൈം. സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളി, ഹാപ്പി ആയിട്ട് തോന്നുന്നു. ഇതേ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് ഞാൻ വിശദമായിട്ട് പറയാം. അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്ന് ആദ്യം എന്താണ് നമ്മുടെ ഇവിടെ ആദ്യം നിങ്ങൾ വന്നത് പാടിക്കാനൊക്കെ ആണെങ്കിൽ ഒരു സാധനം കുക്ക് ചെയ്യിക്കണം. അതെ അതെ അതെ. എന്താണ് കുക്ക് ചെയ്തത്? ഞാൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് പറയാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും പെപ്പർ ചിക്കനാണ് ഉദ്ദേശം. ഡ്രൈ ആയിട്ടുള്ള. ശരി, നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും 1-2 പാട്ട് പഠിക്കാനുണ്ട്. എന്തായാലും കുറെ വിശേഷങ്ങളുണ്ട്. അപ്പൊ നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. തീർച്ചയായിട്ടും. ഇതേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വന്നു. ഈ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. ഇതങ്ങനെ വലിയ പ്രൊഫഷണൽ ഒന്നുമല്ല. ഇതേതോ ബാച്ചിലേഴ്സ് റെസിപ്പി ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. അതെ. അപ്പൊ വേണ്ട. ഇതിനകത്ത് നോക്കുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി ഒന്നും ഇല്ലാത്ത പെപ്പർ ചിക്കനാണ്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സ് റെസിപ്പി ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഇത് വീട്ടിൽ റെസിപ്പി അല്ല. അങ്ങനെയൊക്കെയുള്ള റെസിപ്പിക്ക് പ്രത്യേകത ഒരു ടേസ്റ്റാണ്. നമ്മളൊന്നും ഇല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് അടിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടി ഈ റെസിപ്പി? ശരിക്കും നമ്മളൊരുമിച്ച് മറ്റേ ആദ്യം കൊച്ചിയിലേക്ക് വന്നവർക്ക് നമ്മുടെ സന്തോഷ് ഭവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാച്ചിലേഴ്സ് നമ്മൾക്ക് എല്ലാവരും താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ മെയിനായിട്ട് ചിക്കനാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കറി ആണെങ്കിലും ഇങ്ങനത്തെ ആണെങ്കിലും ഒക്കെ എല്ലാം കൂടി നമ്മൾ ഒറ്റടിയാണ് സാധനം. പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. തീർച്ചയായിട്ടും. ആ ടേസ്റ്റ് പക്ഷേ നമ്മൾ പിന്നെ കിട്ടില്ല. ഓരോ തവണ. അതെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ അരുൺ ഗോപനുമായിട്ടൊരു കഥയുണ്ട്. ഞാൻ അത് ഈ കുക്കിങ്ങിന്റെ ഇടയിൽ പറയാം. ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. അപ്പൊ ആദ്യം തന്നെ ചിക്കൻ മറിനേറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ, മറിനേറ്റ് ചെയ്ത് ഇതിനകത്ത് ഒരു തവണ വിസിലടിപ്പിക്കുന്നു, പിന്നെ ഇതിനകത്ത് കുക്ക് ചെയ്യുന്നു. അതെ, ഓക്കെ. അപ്പൊ മറിനേറ്റ് ചെയ്തു, അതിന്റെ ഇടയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. കുറച്ച് ഇഞ്ചി പേസ്റ്റ്. അതെ, വളരെ കുറച്ച് വെളുത്തുള്ളി. കൈ കൊണ്ടെടുക്കട്ടെ. കൈയളവായിരിക്കുന്നു കേട്ടോ. കുഴപ്പമില്ല, ധൈര്യമായിട്ടിട്. ഓക്കെ. ഒരു നുള്ള് പെരിഞ്ചീരകമാണ് കേട്ടോ, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അടിപൊളി. ഓക്കെ. മഞ്ഞപ്പൊടിയും നമുക്ക് ഒരു നുള്ളു മതി. ഓക്കെ, കാരണം ഇതിന്റെ കളർ നല്ല ബ്ലാക്ക് ആയിട്ട് ഇരിക്കും. അതെ. ഓക്കെ. ഒരു ആന്റി. അതെ, അതെ. നമ്മളവിടെ ആണെങ്കിൽ കൈ കൊണ്ട് ഒറ്റ പിടിക്കലാണ് അല്ലേ? തൽക്കാലം നമുക്ക് സ്പൂൺ ഇട്ടിട്ട് കുഴപ്പമില്ല, കൈ വെച്ചിട്ട് ആണോ? പിന്നെന്താ, ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ട് എല്ലാത്തിനും പിടിക്കും. ധൈര്യമായിട്ട്. ആക്ച്വലി നമ്മൾ ഒരു പിടി വെയിറ്റ് അനുസരിച്ച് കയ്യിൽ എടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ മല്ലി അങ്ങനെ എടുക്കും, കുരുമുളകും അങ്ങനെ എടുക്കും, എന്നിട്ട് മിക്സിയിലിട്ട് പൊടിക്കും. അപ്പൊ ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കന്റെ വെള്ളം തന്നെ വരും അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഇതിനകത്ത് മസാല ചെയ്യാം. ഇത് കുക്കറിലേക്ക് ഇത് കൊണ്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഓണാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വയറ്റിക്കോളൂ. അതിനോടൊപ്പം നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ പാടാം. ഓക്കെ, ഒഴിക്കട്ടെ? ഒഴിച്ചോ, ധൈര്യമായിട്ട് ഒഴിക്കും. ആയുർവേദമൊക്കെ പഠിച്ചിട്ടാണ് പാട്ടുകാരനായിട്ട്, ആയുർവേദ ഡോക്ടറായിട്ട്. തീർച്ചയായിട്ടും ഇല്ലേ? അതെ. അതുപോലെ ഫാമിലി മൊത്തം ഫുള്ള് എന്റർടൈൻമെന്റ്. വൈഫ് നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ്. നല്ലപോലെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. പല സമയത്ത് ഡാൻസറാണ്. ആക്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അപ്പൊ ഈ ഉള്ളി വാടുന്ന സമയത്ത് അരുണിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടിക്കാം. എന്തായാലും വാലിട്ടു കണ്ണെഴുതി വെള്ളോട്ടു വളയണിഞ്ഞ് ഒരു നാൾ നീയൻ അന്തർജനമാകും വാലിട്ടു കണ്ണെഴുതി വെള്ളോട്ടു വളയണിഞ്ഞ്
ഒരു നാൾ നീ എൻ അന്തർജനമാകും കൺമണിത്തിങ്കളേ നിൻ കളങ്കം കൺമണിത്തിങ്കളേ നിൻ കളങ്കം കാശ്മീര കുങ്കുമമാകും നീ സുമംഗലയാകും ദീർഘസുമംഗലയാകും കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം ഓ ഇനി പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളി അടിപൊളി അടിപൊളി. കൺട്രീസ് ഇറങ്ങി. ഏറ്റവും ഇത്രയും അനുഭവത്തിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി, അത് നാട്ടിലാവട്ടെ വിദേശത്തായിക്കോട്ടെ, അങ്ങനെ ഒരു ഓർമ്മയിൽ പാടി നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് തന്നെ ഒരു സംതൃപ്തി ആയിരുന്നു. എത്രയോ ഷോ ചെയ്തിട്ടുണ്ടാവും, എത്രയോ പാട്ട് പാടുണ്ടാവും. അപ്പൊ ഓർമ്മിക്കാനായിട്ട് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അങ്ങനെ കുറെ ഉണ്ട് ആക്ച്വലി. എന്നാലും ഒരു നിങ്ങളുടെ ചിക്കനൊക്കെ കറക്റ്റ് ആയിട്ട് ഒറ്റ വിസിലിൽ വന്നു, അതിന്റെ സ്റ്റോക്ക് ഒക്കെ ആയിട്ടപ്പോ ഇനി ബാക്കി ഇതിനകത്താണ് പരിപാടി അല്ലേ? അതെ, ഞാന് നമ്മുടെ വയനാട്ടില് വള്ളിക്കാട്ടുകാവ് ഒരു അമ്പലമുണ്ട്. അവിടെ ഞങ്ങൾ ആക്ച്വലി പോയത് മെയിൻ റോഡിൽ നിന്ന് അമ്പലം വരെ രണ്ട് സൈഡിലും ഫുള്ള് എന്താ പറയാ ഫെൻസും വിത്ത് പോലീസുകാരും ഒക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പം അന്നത്തെ ഒരു സമയം കേട്ടോ, അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഷോ ആയിരുന്നു, അത്രയും ആൾക്കാർക്ക് നമ്മളൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സെലിബ്രിറ്റി സ്റ്റാർഡം പോലെ നമ്മൾ അപ്പുറം ഇപ്പുറം ഫുൾ ആൾക്കാരൊക്കെ വെച്ച് നടുക്കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ പിടിക്കാൻ നോക്കുന്നു. ആ ഒരു മെമ്മറി ഭയങ്കര, അത് തുടക്കമായിരുന്നു, വളരെ തുടക്കം. പിന്നെ അതിനുശേഷം കുറെ ഉണ്ടായെങ്കിലും പക്ഷെ അതൊരു ഭയങ്കര ഫ്രഷ്നെസ് ആണ് മൈൻഡിൽ എപ്പോഴും. അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പം എനിക്ക് ഫാമിലി മെമ്പേഴ്സിനെ പോലും കാണാൻ പറ്റിയില്ല, കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഓടി ഞാൻ വണ്ടി കയറി അവിടുന്ന് പോയിരുന്നു. നല്ല നല്ല ഷോയും ആയിരുന്നു, നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ദൂരത്തിൽ ജനങ്ങളും. അപ്പം എപ്പോഴും നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നതാണ് നമ്മുടെ ക്രൗഡ് എന്ന് പറയുമ്പോൾ. ഇനിയിപ്പോൾ ഇത് ചിക്കൻ ഇട്ടേക്കാം. ഇനി ചിക്കനിനകത്തിരുന്ന് കുക്കാവട്ടെ. ഓക്കെ. പിന്നെ ആ ഒരു ഡോക്ടർ എന്ന നിലയിൽ നിന്ന് പിന്നെ സംഗീതത്തിലേക്ക് വേണ്ടി മുഴുവൻ സമയമായിട്ട് അത് മാറ്റിവെച്ച് ആ ആയുർവേദം ആ പ്രാക്ടീസ് വേണ്ടാന്ന് വെച്ചിട്ട് സംഗീതത്തിലേക്ക് മുഴുകയാണ്. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം ഒരു പ്രൊഫഷണലായിട്ട് പഠിച്ചു ആയുർവേദ ഡോക്ടറാവുക എന്നൊക്കെ പറയുന്നതും കുറേ കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കുമല്ലോ പഠിക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സംഗീതം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. ഐ മീൻ അച്ഛൻ, അമ്മ, പിന്നെ ജേട്ടന്മാര്, അതിനുശേഷം ഇനിയിപ്പം ഭാര്യ. തീർച്ചയായിട്ടും. കാരണം അല്ല, ഐ മീൻ കല്യാണം കഴിഞ്ഞ് ഇപ്പം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം അറിയാലോ, അപ്പം ഏതൊരു ഇതാണെങ്കിലും എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ട്, ഏതൊരു ജോലിക്കും. പക്ഷെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക, അപ്സ് ആൻഡ് ഡൗൺസ് കുറച്ച് കൂടുതലാണ്. കാരണം ആൾക്കാർ അത്രയും കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. ഇപ്പം പ്രോഗ്രാമൊക്കെ കുറഞ്ഞു വരുന്ന സമയങ്ങളുണ്ടാവും, ചിലപ്പോൾ നല്ലോണമുള്ള സമയം ഉണ്ടാവും, ഡിപ്പെൻസ് ആണ്. അപ്പം ആ സമയത്ത് ഒരു ഭാര്യയ്ക്ക്
എപ്പോഴും അവർക്കൊരു സേഫ്റ്റി എന്നൊരു ഫീലിംഗ്, എന്താ പറയുക, നമ്മുടെ സ്റ്റാറ്റസും ഇൻകം ഒക്കെ വെച്ച് നോക്കുമ്പോൾ വേണം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട, നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ജോലിക്ക് പോകുന്ന പറഞ്ഞാൽ നമ്മൾ തീർന്നു. അവിടെ നമ്മൾ ആസ് ആൻ ആർട്ടിസ്റ്റ് അവിടെ ഫിനിഷായി. പക്ഷെ അതില്ലാതെ പലപ്പോഴും ഇപ്പോൾ കൊറോണ സമയത്താണെങ്കിൽ പോലും നമുക്ക് പാരലി മറ്റു വേറെ കാര്യം നോക്കാം, നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് സ്റ്റുഡിയോ തുടങ്ങാം, ഒന്ന് വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഒറ്റ കാരണമാണ് മുന്നോട്ട് പോകുന്നത്. അത് ശരിക്കും ആ ഒരു ലൈഫ് പാർട്ട്നേഴ്സ് ഇല്ലേ, അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, അവരുടെ ആർക്കാണോ ടാലന്റ് അല്ലെ ആർക്കാണോ ഇത്, അവർക്ക് വേണ്ടിയിട്ട് കിടക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു റിസൾട്ട് ആസ് എ ഹോൾ ഫാമിലി അല്ലേ, അവർക്കാണ് അത് കിട്ടുക. അതിനൊക്കെ ഒരു ഇനി നിങ്ങളുടെ മസാല ഇടേണ്ട സമയമായോ? ഓക്കെ, ആക്ച്വലി മറ്റേ കുക്കറിലടിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വെള്ളം വരാറുണ്ടായിരുന്നു. ഇടല്ലേ? ഇടാ, ഇത് ഡ്രൈ ആയിക്കോളും. ഇനി ഈ മസാല ഇട്ടിട്ട് നമുക്ക് ഒരു പാട്ടുകൂടെ പാടണം. തീർച്ചയായിട്ടും. ഓക്കെ. ആക്ച്വലി ഇത് കുക്കറിൽ തന്നെ ചുമ്മാ അതിൽ ഉള്ളിട്ടിട്ട് വഴറ്റും, ചിക്കൻ അതിലേക്ക് ഇടും, എന്നിട്ട് തുറക്കുമ്പോൾ 2 വിസിൽ വെക്കുമ്പോൾ വെള്ളം ഉണ്ടാവും. ഒന്ന് പറ്റുമ്പോഴത്തേക്ക് ഈ സാധനം അതിലേക്ക് ഇടും, ഇളക്കും, ഫിനിഷ്. ഭയങ്കര ഒരു ഒറ്റ പാത്രം മതി. ഓക്കെ, ചിക്കനും അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഇത് ഡ്രൈ ആയിട്ട് നല്ല ബ്ലാക്കിഷ് കളർ, ചിക്കൻ്റെ ഫ്ലേവറും ബ്ലാക്ക് പെപ്പറും മല്ലിപ്പൊടിയും പറഞ്ഞ പോലെ. വേണമെങ്കിൽ ഇതിനകത്തൊക്കെ ഇച്ചിരൂടെയൊക്കെ നിങ്ങൾ പ്രൊഫഷണലായിട്ടൊക്കെ നമ്മൾ ഇത് റെസ്റ്റോറൻറ്റിലോട്ട് പോയാൽ കുറച്ച് ഫൈനലി ചോപ്പ് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ല മല്ലിയില ഇട്ടു. ഇതൊരു ചെട്ടിനാട് കൊങ്കനാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ പെപ്പർ ചിക്കനൊക്കെ ശരിക്കും നല്ല രീതിയിൽ ചെട്ടിനാട് ക്യൂസിനിലും കൊങ്കനാട് എന്നൊക്കെ പറഞ്ഞാൽ ഈ കോയമ്പത്തൂർ ആ റീജിയനിലൊക്കെ ഉള്ള അവർക്ക് ഇതുപോലെ ചിക്കൻ ചുക്ക, ചിക്കൻ പിച്ചിപ്പോട്ട്, അതായത് ആ ഒരു കണ്ടപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇതിന്റെ ഒരു വേറൊരു വേഷം കൂടി ഉണ്ട്. ഞങ്ങൾ ഇതിലിട്ടിട്ട് ഇടിക്കും. അതായത് ഈ സാധനം ഇട്ടിട്ട് ക്രഷ് ചെയ്യും. അപ്പം പീര വിടും. അത് ഇതിന്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഉപ്പേരി പോലെ തോരൻ അറിയില്ല, അതുപോലെ എടുക്കാൻ കിട്ടും. അപ്പൊ മോനെ കുറിച്ച്? മോനെ പേര് ആര്യൻ ഗോപൻ എന്നാണ്. ഇപ്പം 2 വയസ്സായി. ഹാപ്പി ബോയ് ആണ് സോഫാർ. മിക്കവാറും ഞങ്ങൾ തന്നെ ഉള്ളു വീട്ടില്, ഞാനും വൈഫും മോനും മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊന്നും അമ്മയച്ഛനും വന്ന് പോകും. അപ്പൊ ഞങ്ങൾ തന്നെയാണ് ഫുൾ ടൈം ഡീലിംഗ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് ഡീൽ ചെയ്യാൻ. സംഗീതത്തോട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ താല്പര്യം? ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ അവിടെ ഇല്ലെങ്കിൽ അപ്പ സ്റ്റുഡിയോ പാടാൻ പോവാം. ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പാടിക്കൊടുത്ത ഏറ്റവും ഇഷ്ടം മോനെ എപ്പോഴെങ്കിലും പാട് സ്വന്തമായിട്ട് ഇതേപോലെ ഇരിക്കുന്ന മൂമെന്റിൽ പാടിക്കൊടുത്ത പാട്ട് എപ്പോഴും പാടാനായിട്ട് ആഗ്രഹിക്കുന്ന ഏത് പാട്ടാണ്? ഞാൻ ആക്ച്വലി വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ഡാൻസറാണ്, കമ്പോസറാണ്. വിഷ്ണു എഴുതിയിട്ട് എനിക്കൊരു സോങ് തന്നു, ഞാനത് കമ്പോസ് ചെയ്തു. പക്ഷേ ഇതുവരെ, അതായത് പ്രഗ്നന്റ് വൈഫ് ഇപ്പോൾ 3 കൊല്ലം മുന്നേ അത് കമ്പോസ് ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വന്നു. അത് ഞാൻ നേരെ ഇറക്കണം എന്ന് വിചാരിച്ചു. 3 കൊല്ലമായിട്ട് എന്നോട് അന്ന് ചോദിച്ചാണ്, നീ മോന്റെ മറ്റേ 18th ബർത്ത്ഡേക്കാണ് ഇറക്കാൻ പോകുന്നത്, ഇപ്പൊ അത് അന്വർത്ഥാവുമെന്ന് അറിയില്ല. കമ്പോസ് ചെയ്ത് വെച്ചു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊടുക്കായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെയാണ് പ്രസന്റ് ചെയ്യാൻ പോണത്. ലിറിക്സ് കറക്റ്റ് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, എന്നാലും 2 പേരും. നിലാവോ നീലമിഴിയോ എൻ കൺമണിയാരോ, പൂവോ പൂങ്കൊടിയോ എൻ തേൻമൊഴിയാരോ, നീയൻ സൗഭാഗ്യതാരമല്ലേ, ആനന്ദ സുന്ദര സംഗീതമായി, ആരാരോ ആരിരാരോ ആരോ
ആരാരോ ആരിരാരോ ആരോ പൂങ്കൊടിയാരോ. എത്രയും പെട്ടെന്ന് തന്നെ ഈ പാട്ട് കമ്പോസ് ചെയ്ത് പുറത്ത് വരട്ടെ. ഞാൻ കൂടുതൽ പാടിക്കൊടുത്തത് അവന് ഇഷ്ടമാണ്. ആണ്. ഓക്കെ, അപ്പോൾ ഫിനിഷ് ചെയ്യാനായിട്ട് ലേശം കുരുമുളക് പൊടിയും കറിവേപ്പില അല്ലേ? അതെ, മുകളിൽ കൂടെ ഒന്ന് പാറാം അല്ലേ? ജസ്റ്റ് ഒന്ന്. ഇത് നമ്മുടെ പെപ്പർ ചിക്കൻ, അരുൺ ഗോപന്റെ സ്പെഷ്യൽ ബാച്ചിലേഴ്സ് പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ ടച്ചായിട്ട് കുറച്ച് ഫ്രഷ്ഡ് ബ്ലാക്ക് പെപ്പറും കറിവേപ്പിലയും കിട്ടോ, ആവശ്യം പോലെ ഇട്ടോ. കണ്ടല്ലോ, അതിൻ്റെ നിറം കാണാം, നമുക്ക് മനസ്സിലാവും നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ അത് ഭയങ്കര ഡ്രൈ അല്ല, ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ ചിക്കൻ ജസ്റ്റ് 2 വിസിലാണ്. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം. ഇതൊക്കെ എല്ലാവർക്കും ഇത് അടിപൊളി. ഇവരുടെയൊക്കെ ഇതൊക്കെ ഒരു ഈസി ടച്ചിങ്സ് എന്ന് പറയും. അപ്പോൾ ഈസി, പെട്ടെന്നൊക്കെ ഒരു ചിക്കനൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ചിക്കൻ, ആ മസാല, ഉള്ളിയൊക്കെ നല്ലപോലെ പെരണ്ട് അതിനകത്ത് ആ റോസ്റ്റ് ഫ്ലേവർ കറക്റ്റായിട്ട്. ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറം ഇല്ല, ഇതൊക്കെ ഓവനിലൊക്കെ ഗ്രില്ല് ചെയ്തെടുത്ത അതേ ടെക്സ്ചറാണ്. ഞാൻ മുഖത്തേക്ക് നോക്കും, വായിൽ വെക്കുമ്പോഴുള്ള മറ്റേ എക്സ്പ്രഷൻ നോക്കണം എന്നല്ലേ? അതെ അതെ അതെ. ഇത് അടിപൊളിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സിമ്പിൾ റെസിപ്പി. അപ്പോൾ സന്തോഷം. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിൽ വന്നൊരു സമ്മാനമുണ്ട്. വെറും കൈയോടെ നമ്മളിവിടെ വിടില്ല, ആ സമ്മാനോടെ തന്നെ. തീർച്ചയായിട്ടും. ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. നോൾട്ടയുടെ പ്രീമിയം കുക്ക് വെയർ ആണ്. അപ്പോൾ ഇനി പെപ്പർ ചിക്കനൊക്കെ ഈ ഒരു പാനിനകത്ത് വെച്ച് ഉണ്ടാക്കി വെക്കും. ഡയറക്റ്റായിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് ഇതിൻ്റെ ഒരു വകയായിട്ട് നിങ്ങൾ ആ ഒരു റീയൂണിയൻ ചെയ്തിട്ട് അവർക്ക് ഈ പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയിരിക്കും. അവർക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു. അതിനോടൊപ്പം അമിയോൻ്റെ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് മേക്കർ. തീർന്നിട്ടില്ല, ഡെവോണിൻ്റെ കറി സ്പൈസസ്. അപ്പോൾ ഇനി കൊണ്ടുപോയി ഈ പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കേണ്ട എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. തീർച്ചയായും നേരെ കൊണ്ടുപോയി ഉണ്ടാക്കുക. ഈ വരുന്ന വർഷങ്ങളെല്ലാം അരുൺ ഗോപൻ എന്ന ഒരു സംഗീത പ്രതിഭയെ മലയാള സിനിമയിലും അല്ലെങ്കിൽ മലയാള സംഗീതത്തിലൊക്കെ ഒരുപാട് കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒരുപാട് എന്താ പറയുക കുക്കിംഗ് ആയിട്ട് എന്താ പറയുക നല്ല 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 ഡിഷസ് എല്ലാവർക്കും കഴിക്കാൻ പറ്റട്ടെ ഷെഫ് പിള്ളയുടെ. താങ്ക് യു സോ മച്ച്. ഇന്ന് വീണ്ടും ഒരു റെസിപ്പി. ഇതും ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മാമ്പഴത്തിൻ്റെ സീസണാവാൻ പോവാണ്. അപ്പോൾ ഇതൊരു മാമ്പഴ കറിയാണ്. പഴമാങ്ങ വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ തേങ്ങയോ അല്ലെങ്കിൽ ഒന്നുമില്ല. ചെറുതായിട്ട് 2 പഴുത്ത മാങ്ങയാണ് നമുക്ക് വേണ്ടത്. അത് വേണ്ടത് ഒരു മാങ്ങ കഷ്ണമായിട്ട് വെക്കണം, ഒരു മാങ്ങ വെള്ളം തൊടാതെ നമ്മുടെ അരപ്പരച്ചെടുക്കണം. ഇത് മാങ്ങയുടെ പൾപ്പെന്നാണ് ഇത് പറയുക. അപ്പോൾ പഴുത്ത മാങ്ങ ഒരു മിക്സിയിൽ വെള്ളമില്ലാതെ അരച്ച മാങ്ങയുടെ പേസ്റ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ അരപ്പ്. നമുക്ക് വെണ്ടയ്ക്ക, ചെറിയ ഉള്ളി, ഉപ്പ്, വത്തൽമുളക്, കടുക്, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഈ സിമ്പിൾ കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഈ വെണ്ടയ്ക്ക നമുക്കൊന്ന് താളിച്ചെടുക്കണം. അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമ്മളതിനകത്ത് കടുക് പൊട്ടിക്കും. കടുകും വത്തൽമുളകും കറിവേപ്പിലയിട്ട് പൊട്ടിച്ചതിനകത്ത് വെണ്ടയ്ക്കയും ചെറിയുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എണ്ണ ചൂടാകുമ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് കടുകിട്ടു. അതിനോടൊപ്പം 2 വത്തൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി, അതിനോടൊപ്പം ഈ വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ വെണ്ടയ്ക്ക ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് കൂടുതൽ മുളക് പൊടി, 2 പച്ചമുളക്. ഇത് നന്നായിട്ട് ഇതിലൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നു. ഈ മസാല വെണ്ടയ്ക്കായിട്ട് ഒന്ന് യോജിച്ച് വരുമ്പോൾ അതിനകത്ത് ഇത് കുക്ക് ചെയ്യാനായിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങനെ ആ ചാറിനകത്ത് വെണ്ടയ്ക്ക നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ
ഭയങ്കര ഇഷ്ടമാവും. മാമ്പഴമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഫ്രൂട്ട് അല്ലാത്ത രീതിയിൽ, ഈ ഫ്രൂട്ട്സിനെയൊക്കെ നമ്മൾ പല തരത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് വൈവിധ്യമായ ഭക്ഷണം ഉണ്ടാക്കുക. പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ആ ഒരു കൊഴുപ്പുണ്ട്. വെണ്ടയ്ക്ക പഴം മാങ്ങ കറിയാണ്.